ഒരു നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന ജീവിത പോരാട്ടങ്ങളുടെയും ത്യാഗത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത ആദർശങ്ങളുടെയും പ്രതീകമായി മാറിയ കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സഖാവ് ആർ നല്ലക്കണ്ണിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിവസമായിരുന്നു. ഭൂമിയുടെ അവകാശികളായി 4.5 ലക്ഷം കുടുംബങ്ങളെ മാറ്റിയിരിക്കുന്നു. പട്ടയ വിതരണത്തിൽ പുതുചരിത്രം സൃഷ്ടിച്ചാണ് LDF സർക്കാർ നീങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ചരിത്രം രേഖപ്പെടുത്തൽ ഒരു സാങ്കേതികത്വമാണ്. എന്നാൽ ചരിത്ര ദൗത്യം നിറവേറ്റുക എന്നത് വലിയൊരു പ്രയത്നമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പ്രഥമ സർക്കാർ മുതലിങ്ങോട്ട് പരിശോധിച്ചാൽ ചരിത്രപരമായ നടപടികളും ആ ചരിത്രം സൃഷ്ടിക്കാനെടുത്ത പ്രയത്നങ്ങളും കാണാം. 957 സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ CPI സർക്കാരും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടങ്ങിയ മുന്നണി സർക്കാരുകളും ഈ പ്രയത്നങ്ങളെല്ലാം നിറവേറ്റിയത് ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ്. ഭവനരഹിതരും ഭൂരഹിതരുമല്ലാത്ത കേരളം എന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചാണ് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത്. 2021 തുടർ സർക്കാർ അധികാരമേറ്റ ശേഷം ഭൂമിയും വീടും ഇല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗൗരവമായ ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി ആദ്യ 100 ദിന കർമ്മപരിപാടിയിൽ തന്നെ 54,535 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു. രണ്ടാം 100ാം ദിന പദ്ധതിക്കാണ് 67,009 പട്ടയങ്ങളാണ് നൽകിയത്. ഓരോ 100 ദിന കർമ്മപരിപാടികളും പട്ടയ വിതരണത്തിലും പ്രാധാന്യം നൽകിയാണ് ഇടത് സർക്കാർ മുന്നോട്ട് പോയത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള അതിസങ്കീർണമായ പ്രശ്നങ്ങൾ നിയമം വഴിയും നിയമ ഭേദഗതികളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ചർച്ചകളിലൂടെയുമാണ് പരിഹരിച്ചത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്ക് രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം അടയാളപ്പെടുത്തി ജനകീയമായ ഒരു മുന്നേറ്റം തന്നെയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് നടത്തിയത്. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞത് ഇടതുമുന്നണി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് തന്നെയാണ്. യുക്തിയും ഭക്തിയും രണ്ടായി കാണണം. രണ്ടും പരസ്പരം പൂരകങ്ങളാണെന്ന് ചില കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരുന്നു. ലോകം ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ബഹുദൂരം മുന്നേറുകയാണ്. അതിനൊപ്പം നീങ്ങേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. എന്നാൽ അതിന് പകരം അന്ധവിശ്വാസവും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നതിനാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ മുൻഗണന നൽകുന്നത്. വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടും രണ്ടാണ്. അന്ധവിശ്വാസത്തോടൊപ്പം കെട്ടുകഥകളും ഇപ്പോൾ പ്രചരിപ്പിക്കാനാണ് അവർ മുൻഗണന കാട്ടുന്നത്. വരുംകാല ലോകത്തെ നയിക്കുന്ന ഒന്നായി മാറുകയാണ് AI. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിൻ്റെ AI കരുത്ത് വിളിച്ചോതുന്നതിനായിട്ടാണ് AI ഇമ്പാക്ട് ഉച്ചകോടി സംഘടിപ്പിച്ചത്. അതായത് നിർമ്മിത ബുദ്ധിയുടെ അടുത്ത ഘട്ടത്തിലുള്ള വികസനത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്ന ഉച്ചകോടിയാണ് നടത്തിയത്. സുരക്ഷിതവും വിശ്വസനീയവുമായ AI, മനുഷ്യ മൂലധനം, ശാസ്ത്രം, AIയുടെ ജനാധിപത്യവൽക്കരണം, പ്രതിരോധശേഷിയും നവീകരണവും കാര്യക്ഷമതയും സാമൂഹിക ശക്തീകരണത്തിനുള്ള ഉൾപ്പെടുത്തൽ, സാമൂഹിക നന്മ എന്നിങ്ങനെയുള്ള പേരുകളായി വിഭജിച്ച ചർച്ചകളിൽ 500ഓളം സെഷനുകളാണ് തീരുമാനിച്ചത്. എന്നാൽ എല്ലാം ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തീകരിക്കാനായില്ല. AI മേഖലയിലെ വികസ്വര രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ആരോഗ്യ സംരക്ഷണം, കൃഷി, ഭരണം, വിദ്യാഭ്യാസം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ AI എങ്ങനെ ഉപയോഗിക്കാം എന്നിവയാണ് ഉച്ചകോടിയിൽ അജണ്ടയായി പ്രഖ്യാപിച്ചിരുന്നത്. ഗ്ലോബൽ സൗത്തിൽ നടക്കുന്ന ആദ്യ ഉച്ചകോടി എന്ന പ്രത്യേകതയും ഡൽഹിയിലെ ഉച്ചകോടിക്കുണ്ട്. ആദ്യ ദിവസം മുതൽ തന്നെ ഉച്ചകോടിയെ വിവാദം പിടികൂടിയിരുന്നു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ആഗോള ഉച്ചകോടിയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് കേന്ദ്ര IT മന്ത്രി അശ്വിൻ വൈഷ്ണവ് ഒടുവിൽ പരസ്യമായി ക്ഷമാപണം നടത്തേണ്ടി വന്നു. നിർമ്മിത ബുദ്ധിയുടെ ജനാധിപത്യവൽക്കരണം എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടിയെങ്കിലും ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാതെയാണ് കേന്ദ്ര സർക്കാരും വൻകിട കമ്പനികളും ചേർന്നാണ് അജണ്ട നിശ്ചയിച്ചത്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് സാങ്കേതികവിദ്യ എങ്ങനെ എത്തിക്കാമെന്നതിനും പരിഗണന നൽകുന്നതിന് പകരം ആഗോള കോർപ്പറേറ്റുകളും ഇന്ത്യൻ കോർപ്പറേറ്റുകളും തമ്മിലുള്ള നിക്ഷേപ വേദി അയക്കുന്നതിനായിരുന്നു പ്രാധാന്യം നൽകിയത്. ജനയുഗം പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.